ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമുക്ക് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദി പറയാം. നമുക്കെല്ലാം എത്രത്തോളം നന്ദി ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം നമുക്കൊരു നിമിഷം ഒന്ന് കർത്താവിനെ ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് കർത്താവെ, സ്വർഗീയ പിതാവേ, തന്ന നല്ല സമയത്തിനാട് ആ ഒരു കർത്താവിനോട്, യേശുവേ, അങ്ങ് എല്ലാത്തിനും മതിയായവൻ, അങ്ങ് അത്യുന്നതൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് എല്ലാത്തിനും മതിയായവൻ. കർത്താവ് ഇന്നത്തെ അടിയങ്ങളുടെ ആരാധനയൊക്കെ അങ്ങ് അനുഗ്രഹിച്ചല്ലോ. അടിയങ്ങളുടെ ഓരോ മേഖലകളെയും കർത്താവെ അങ്ങ് തൊട്ടു. കർത്താവ് അടിയങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ അറിയുന്ന കർത്താവെ, അങ്ങയുടെ നാമം മഹത്വപ്പെടണം. അടിയങ്ങളെ പൈതങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു കർത്താവെ ആ ഒരു സന്നിധിയിൽ അങ്ങയുടെ മുമ്പാകെ കർത്താവെ ആ ഒരു വർഷിപ്പ് ചെയ്തല്ലോ. കർത്താവെ നന്ദി, നന്ദി, എത്ര നന്ദി പറഞ്ഞാലും കർത്താവെ അങ്ങേ ആരാധിച്ചാലും കർത്താവെ അത് എത്ര ഉത്തരമാണ്. കർത്താവെ അടിയങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. കർത്താവെ സഭയായിട്ട് അടിയങ്ങൾ താഴ്ത്തുന്നു. പരിശുദ്ധാത്മാവേ നന്ദി, യേശുവേ നന്ദി, എല്ലാത്തിനായിട്ടും നന്ദി. നന്ദി അല്ലാതെ ഒന്നുമില്ല. കർത്താവെ അടിയങ്ങളുടെ തലമുറയോർത്ത്, അടിയങ്ങളുടെ കർത്താവെ ഓരോ സഹോദരങ്ങളെ ഓർത്ത്, എല്ലാത്തിനായിട്ടും കർത്താവെ വചനത്തെ ഓർത്തൊക്കെ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ അങ്ങ് സംസാരിക്കണേ, അടിയങ്ങളോട് ഇടപെടണേ. ദൈവകൃപ ധാരാളം അടിയങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് കർത്താവെ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ ഒരു കൃപയിൽ നിൽക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തർക്കും ശക്തി ബലവും തരണേ. കർത്താവെ സ്വന്തം കഴിവിലോ ശക്തിയിലോ ബലത്തിലോ ആശ്രയിക്കാതെ എൻ്റെ കർത്താവിൽ മാത്രം ആശ്രയിക്കാൻ. കർത്താവ് എന്തെന്നാൽ അവൻ എല്ലാത്തിനും മതിയായവനാണ്. അവൻ രാജാതി രാജാവും കർത്താവുമാകയാൽ ഞാൻ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവ് അടിയങ്ങളെല്ലാം അങ്ങ് സ്തുതിക്കുന്നു. കർത്താവിൻ്റെ തിരുനാമം മഹത്വപ്പെടണം. ഇന്നത്തെ ദിവസത്തിനായിട്ട് നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവെ, പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് ആ ഒരു ദൈവത്തോട് നന്ദി പറയാൻ. പ്രത്യേകിച്ച് ഇന്ന് ബിജു ബ്രദർ പറഞ്ഞതുപോലെ റോഷൻ എന്ന് സൂചിപ്പിച്ചു, നമുക്കിന്ന് യൂത്ത് ഫ്രൈഡേ ആയിരുന്നു. അത് വളരെ അനുഗ്രഹമായിട്ട് ദൈവം നടത്തിയല്ലോ. നമ്മൾ ഒരിക്കലും ചിന്തിക്കാതിരുന്ന കാര്യം ദൈവം നടത്തി. അതാണ് കർത്താവ്. ആ ഒരു കർത്താവിന് എല്ലാ കാര്യത്തിലും ഒരു പർപ്പസ് ഉണ്ട്. നമുക്കതിനായിട്ട് ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ ആദ്യത്തെ യൂത്ത് ഫ്രൈഡേ ആണ്. ദൈവം അത് ഏറ്റവും ബെസ്റ്റായിട്ട് നടത്തും. അതിനായിട്ടൊക്കെ നമുക്ക് നന്ദി പറയാം. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നമുക്ക് ദൈവത്തോട് ആ ഒരു ദൈവനാമത്തിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഏറ്റവും നല്ലതായിരുന്നു, അനുഗ്രഹമായിരുന്നു ദൈവം നടത്തിയല്ലോ. നമുക്കൊരു വാക്യം നമുക്ക് ഈ സമയത്ത് വായിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ആ ഒരു വാക്യം നമുക്ക് കർത്താവിൻ്റെ സന്നിധി സമർപ്പിക്കാം. അത് വേറൊന്നുമല്ല, നമുക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള വചനമാണ്. റോമർ 6:8, 6:8. നമുക്ക് പൈതങ്ങൾ ആരെങ്കിലും വായിക്കാമെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഏബൽ വായിച്ചു. Romans 6:8. Now if we died with Christ, we believe that we shall also live with him. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എങ്കിൽ അവനോട് കൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ആപ്ലിക്കബിൾ ആണ് എന്നുള്ളൊരു കാര്യമാണ് പരിശുദ്ധാത്മാവ് സംസാരിച്ചത്. അതായത് നമ്മൾ കർത്താവിനോട് മരിച്ചല്ലാതെ നമുക്ക് അവനോട് ജീവിക്കാൻ സാധിക്കത്തില്ല. ഇത് നമ്മൾ പലപ്പോഴും സ്നാനത്തോടൊക്കെ ചേർത്ത് നമ്മൾ പറയുന്ന കാര്യമാണ്. എന്നാൽ ഇതിനു മുമ്പും പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു മനുഷ്യനിൽ ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ജീവൻ ഇൻ ദ സെൻസ്, ഇപ്പോൾ ഈ പറയുന്ന മേശയായാലും കസേരയായാലും എന്തിനായാലും ജീവൻ ഉണ്ടെങ്കിൽ നമുക്കതിനെ ഒന്ന് നീക്കാനോ ഒന്ന് ചലിപ്പിക്കാനോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ സാധിക്കത്തില്ല. പക്ഷേ അത് മരിച്ചു എന്നുണ്ടെങ്കിൽ, ഞാനൊരു ജസ്റ്റ് ഒരു വേഗമായിട്ടുള്ളൊരു എക്സാമ്പിൾ എടുക്കുക. അതായത് അത് മരിച്ചുകൊണ്ടാണ് നമുക്കതിനെ യഥേഷ്ടം ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ക്രിസ്തീയ ജീവിതത്തിൽ ഉള്ള ഒരു വലിയ കാര്യം. അതായത് വലിയ കാര്യം ഇൻ ദ സെൻസ്, അതായത് ഇത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. നമുക്കിന്ന് പരിശോധിക്കാം. നമ്മുടെ ഇന്ന് ഈ അതായത് ഈ ഒരു ആരാധന നമ്മുടെ മുമ്പാകെ ഉള്ളപ്പോൾ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് നമ്മോട് തന്നെ ഒരു പരിശോധിക്കാം. അതായത് നമ്മൾ മരിച്ചിട്ടുണ്ടോ കർത്താവിൻ്റെ സന്നിധിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മരിച്ചല്ലാതെ കർത്താവിന് നമ്മെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതായത് ആ ഒരു 6:8 വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എങ്കിൽ അവനോട് കൂടെ ജീവിക്കുമെന്ന് വെച്ചാൽ നമുക്ക് എത്ര പേർക്ക് അവനോട് കൂടെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്? അതായത് അതിനകത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതായത് അതിൻ്റെ 13 പറയുന്നുണ്ട്, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളൂ. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ദൈവവേദനയുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഒന്നും വലുതായിട്ടല്ല പറയുന്നത്, പക്ഷേ അത് വളരെ 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 നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നിന്ന് തന്നെ നമ്മുടെ പൈതങ്ങൾ ചോദിക്കും, അതായത് ഞാൻ അവർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്? അതായത് ഇന്ന് ഫോർ എക്സാമ്പിൾ, അതായത് ഇന്ന് യൂത്ത് ഫ്രൈഡേ ആണ്. നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് അതായത് വളരെ നല്ല രീതിയിലൊരു കോർഡിനേഷനോടുകൂടെ ഇയാൾ ഇത് ചെയ്യണം, ഈ വ്യക്തി ഇത് ചെയ്യണം, ഈ വ്യക്തി ഇത് ചെയ്യണം. എന്നാൽ അതിലൊരാൾ ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്? പക്ഷേ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് അതായത് ആ ഒരു ദൈവസഭയുടെ പാർട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. അതായത് ഇത് നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടി അല്ല ചെയ്യുന്നത്,
അല്ലെങ്കിൽ ഒരു മനുഷ്യന് വേണ്ടി അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് കർത്താവിനായിട്ടാണ്. എന്ത് ചെയ്താലും, അതായത് ആ ഒരു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് ഓർത്തു കഴിഞ്ഞാൽ ഒന്നുമല്ല. ഇന്നിപ്പോൾ നമ്മൾ പല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. എന്നാൽ ആ ഒരു കാര്യങ്ങളിൽ കർത്താവ് നമ്മോട് സംസാരിക്കുന്നതാണ്. എല്ലാവരുടെയും ദൈവം സംസാരിക്കും. അതായത് നമ്മൾ ഓരോ ആഴ്ചയിലും നമ്മളിവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ പല തലങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. എന്നാൽ അതിൽ തിരിച്ചു പോകുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ അത് എത്രത്തോളം അനുഗ്രഹമാണ്, അത് നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യെസ് കർത്താവേ, അങ്ങ് ഇന്ന് സംസാരിച്ചത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്, അത് നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവയവങ്ങളെ, പലപ്പോഴും നമുക്ക് പറ്റുന്ന കാര്യമാണ്, നമ്മൾ ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും, അതായത് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ളൊരു കാര്യം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം വീണ്ടും ജനനം എന്താണെന്നും രക്ഷയുടെ അനുഭവം എന്താണെന്നും അത് പിന്നെയും പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ആ ഒരു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട്, ഇന്നിപ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു എക്സാമ്പിളാണ് മുന്തിരിവള്ളിയിൽ, അതായത് നമ്മൾ വസിച്ചിട്ടല്ലാതെ എന്നാൽ അത് ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ നാച്ചുറലായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. എന്ന് പറഞ്ഞാൽ ആ ഒരു കർത്താവ് ഹൃദയത്തിൽ വന്ന ദൈവപൈതലിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ അതായത് എല്ലാം ദൈവപൈതങ്ങളാണ് കർത്താവ് വന്ന ആ ഒരു കർത്താവ് വന്ന ദൈവപൈതങ്ങളോട് നമ്മൾ സ്പെസിഫിക്കായിട്ട് പറയേണ്ട, മോനെ നീ ഇത് ചെയ്യ് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അവനോട് ഒരിക്കലും പറയേണ്ട നീ ബൈബിൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സ്പെസിഫിക്കായിട്ട്. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ അതിനോടൊരു ത്വര എപ്പോഴും ഉണ്ടാകും. എന്തെന്നാൽ അവൻ്റെ ജീവിതത്തിലുള്ളത് ആ ഒരു കർത്താവിൻ്റെ ബീജമാണ്. നമുക്ക് ഈ ഒരു കാര്യം, അതായത് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളു. ഇത് നമ്മുടെ ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പുറത്തോട്ട് ഇറങ്ങുമ്പോഴായാലും നമ്മുടെ വൈദങ്ങൾ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി നമ്മുടെ മക്കൾ, അതായത് നമ്മുടെ വൈദങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായാലും അവർ ചിന്തിക്കണം നമ്മൾ ആരാണ് എന്നുള്ളൊരു കാര്യം. നമുക്ക് ആ കാര്യം കർത്താവ്, അതായത് ആ ഒരു കാര്യം എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലോകത്തിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാണ്. ഇന്ന് തന്നെ പറഞ്ഞു നമ്മൾ കൈകളെ ഉയർത്തി ആ ഒരു പാട്ട് പാടാൻ. അതായത് നമ്മുടെ കയ്യിൽ കറയില്ലാത്തവർക്ക്, അതായത് നമ്മുടെ കയ്യിൽ പാപമില്ലാത്തവർക്ക് മാത്രമേ അതായത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുവിൻ. എന്തിനാണ്? നമുക്ക് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കൈ ഉയർത്തുമ്പം നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയം കൊണ്ട് പറയാൻ സാധിക്കും, കർത്താവേ എൻ്റെ കൈ വിശുദ്ധമാണ്, ഞാൻ ആ ഒരു കൈ ഉയർത്തിയാണ് ആ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. അത് നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്കത് മനസ്സിലാക്കണം. ഇത് പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്. അതായത് ദാവീദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ആ ഒരു കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കേട്ടു, ഞാൻ വില കൊടുത്തല്ലാതെ, അതായത് വില എന്ന് പറഞ്ഞാൽ ഒരു ഭൂമിക്കുള്ള അതിനുള്ള വിലയോ മതിപ്പ് വിലയോ അല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ആ ദാവീദിൻ്റെ ജീവിതം, അതായത് നമ്മുടെ ആ ഒരു ജീവിതമാണ് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നത്. ആ ഒരു ജീവിതം നമുക്ക് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു യാഗമായി തീരാൻ പറ്റൂ. അല്ലാതെ നമ്മുടെ ഒരു ഭൗതികതയും കർത്താവിന് വേണ്ട, നമ്മുടെ ഒരു ഭൗതികതയ്ക്കും ആ ലോകത്ത് ജീവിക്കാൻ വേണം. പക്ഷേ അതിന് ഉപരിയാണ് കർത്താവ് പറഞ്ഞത് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. നമുക്കറിയാം ഗലേഷ്യൻസ് 5:1 പറയുന്നുണ്ട്, ക്രിസ്തു, അതായത് ദൈവം സ്വാതന്ത്ര്യത്തിനായി നമ്മെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽക്കുവിൻ, അടിമ നുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം ഗലേഷ്യൻസ് 1, അതായത് 5:1 വളരെ സ്പെസിഫിക്കായിട്ട്, അതായത് അതും കൂടെ ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ആരെങ്കിലും ഒന്ന് വായിച്ചാൽ വളരെ അനുഗ്രഹമായിരുന്നു. അതായത് 5:5:1 ഗലേഷ്യൻസ് 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവിൻ, അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോരുത്. എന്തോ ഈ അടിമ നുഖം? അതിനു മുമ്പായിട്ട് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവിൻ എന്നുള്ളൊരു കാര്യം. ആ ഒരു കാര്യം, അതായത് ആ കർത്താവ്, അതായത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഏതിൽ നിന്നാണ് ക്രിസ്തു? ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ പാപത്തിൽ നിന്നാണ് കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കിയത്. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രോസസ്സിന് ശേഷമാണ് കർത്താവ് നമ്മെ ആ ഒരു പാപത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കിയത്. അതായത് നമുക്ക് ആത്മാവിൻ്റെ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അതായത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവിൻ, അടിമ നുഖത്തിൽ കുടുങ്ങരുത്. അതായത് ഇത് രണ്ട് പാർട്ടാണ്. അതായത് നമുക്കറിയാം നമ്മളെല്ലാം, കർത്താവ് നമ്മയെല്ലാം വിളിച്ചത് ഒരു ആത്മീയ ഗ്രഹമായിട്ട് പണിയപ്പെടാനാണ്. എന്നാൽ യെഹെസ്കേൽ 5 പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും മത്സരഗ്രഹമായി തീരരുത്. മത്സരഗ്രഹത്തിൽ സംഭവിക്കുന്നത് അവിടെ മത്സരം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. പക്ഷേ നമ്മെ കർത്താവ് വിളിച്ചത് ആത്മീയ ഗ്രഹമായിട്ട് പണിയാനാണ്. അതുപോലെയാണ് ഇവിടെ പറയുന്നത്. അതായത് ആ ഒരു ആത്മാവിൻ്റെ പ്രവൃത്തിക്ക് എൻ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്
അടിമനുഖം എന്ന് പറഞ്ഞു. ഇത് അടിമനുഖം, അത് നമ്മൾ ഇന്നിപ്പോൾ റോമറിൽ വായിച്ചാൽ തന്നെ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. 6:19 വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. 6:19 നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി. അതായത് ഇംഗ്ലീഷിൽ അത് തിരിച്ചാണ് പറയുന്നത്. അതായത് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വായിക്കാമോ ഇംഗ്ലീഷിൽ 19 അതായത് 6:19? Romans 6 verse 19. Yeah. I speak in human terms because of the weakness of your flesh. For just as you presented your members as slaves of uncleanness and lawlessness leading to more lawlessness, so now present your members as slaves of righteousness for holiness. യെസ്, ഈ ഒരു കാര്യം, അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ഒരു വാക്യം നമ്മൾ കേട്ടു. അതായത് നമ്മുടെ ഒരു സഹോദരൻ നമ്മളോട് ഷെയർ ചെയ്യുണ്ടായി. നമുക്കത് അതായത് അതിലിങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി. നമ്മളിപ്പം കേട്ടു, അതായത് അടിമനുഖത്തിൽ കൊടുങ്ങരുത്. എന്താണ് അടിമനുഖം? അതായത് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കുന്നു. അപ്പം നമ്മൾ ആത്മാവിൽ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? അതായത് അത് വിശുദ്ധീകരണത്തിനായി നീതിക്ക്, അതായത് ആ ഒരു കാര്യം, അതായത് ആ ഒരു പ്രോസസ്സ്, അതായത് നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീന നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ. ഈ കാര്യം സംഭവിക്കുന്നത് നമ്മുടെ ആ ഒരു രക്ഷയുടെ മുമ്പായിട്ട്, അതായത് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു തുടക്കത്തിൽ, അതായത് മുമ്പ് സംഭവിച്ച കാര്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നുണ്ട് ആത്മാവിൻ്റെ പ്രവൃത്തിയിൽ എന്താണ് ഉണ്ടാവേണ്ടത്. അതായത് അതിന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കുകയും. യെസ്, അതിനായിട്ട് നീതിക്ക് അടിമകളായി സമർപ്പിക്കും. തൊട്ടടുത്ത് 20 പറയുന്നുണ്ട്, നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് അതായത് അന്ന് നമുക്ക് നീതിയെക്കുറിച്ച്, അതായത് നമ്മുടെ ജീവിതത്തിലുള്ള നീതി നമ്മുടെ സ്വയം നീതിയല്ല, യേശു കർത്താവിൻ്റെ നീതിയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ആ ഒരു നീതി എന്നുള്ളൊരു കാര്യം. നമുക്കറിയാം ആ ഒരു റൈച്ചസ്നെസ്സിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. 21 പറയുന്നുണ്ട്, നിങ്ങൾക്ക് അന്ന് എന്തോ ഒരു ബലമുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിൻ്റെ അവസാനം മരണം. അതായത് നമ്മൾ ആ ഒരു പാപത്തിൽ, അതായത് അടിമനുഖത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വേദനയിൽ സംഭവിച്ചതെന്നാണ്. അതായത് അത് മരണം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. അതായത് അത് മരണത്തിലേക്കേ നമ്മെ നയിക്കത്തുള്ളൂ. എന്നാൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 22 എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച്, നമ്മൾ നേരത്തെ കേട്ടു, നമ്മൾ എന്തിൽ നിന്നാണ് നമ്മൾ ആ ഒരു ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവ് ഓർമ്മിക്കുന്നുണ്ട്. അതെ, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ബലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. യെസ്, അപ്പം നമ്മൾ എന്തിനാണ് നമ്മൾ ആ ഒരു അതായത് കർത്താവിൻ്റെ ആ ഒരു അതായത് ആ സ്വാതന്ത്ര്യത്തിലായിട്ട് നമ്മൾ എന്തിനാണ് നിൽക്കുന്നത്? അതായത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. നാം ആകയാൽ അതിലുറച്ചു നിൽക്കേണ്ടത് എന്തിനാണ്? നമ്മുടെ അതായത് ആ ഒരു വിശദീകരണ പ്രോസസ്സും അതുപോലെ തന്നെ അതിൻ്റെ അവസാനം നിത്യജീവനുമാണെന്നുള്ളൊരു കാര്യം. അതിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാൻ, ഇത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു കാര്യം. അതായത് നമ്മൾ എപ്പോഴും നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിൻ്റെ, അതായത് സെവൻ്റെ അവസാനം, അതായത് 7:24 പറയുന്നുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? എന്നിട്ട് തൊട്ടടുത്ത് പറയുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതായത് ഇതിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നത് ആരാണ്? യേശു കർത്താവാണ്. കർത്താവ് മാത്രമേ നമ്മെ വിടുവിക്കത്തുള്ളൂ. അതാണ് തൊട്ടടുത്ത് പറയുന്നത്. യെസ്, യേശു കർത്താവ് മുഖാന്തരം. അതായത് അവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെന്താണ്? അതായത് യെസ്, ഇതിൽ നിന്ന് വിടുവിക്കാൻ ആ ഒരു ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞതല്ല, ആ ഒരു കർത്താവിന്, അതായത് നമ്മുടെ പൈതങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് കിട്ടുക എന്നുള്ളൊരു കാര്യം നമ്മൾ വളരെ വളരെ അതായത് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല. ഈ ലോകത്ത് ഇന്നിപ്പോൾ നമ്മൾ വർഷിപ്പ് ചെയ്തു, അതായത് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നോക്കിയാൽ അത് പ്രസാദമാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് എവിടെ പ്രസാദിക്കുന്നത്? യേശു കർത്താവ് എവിടെ പ്രസാദിക്കുന്നത്? യെസ്, നമ്മൾ പല കാര്യങ്ങൾ ചെയ്തു നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പറയാം, ഇപ്പോൾ പിയാനോ വായിച്ചെന്നോ ഗിറ്റാർ വായിച്ചെന്നോ നമ്മൾ കർത്താവ് വർഷിപ്പ് ചെയ്തെന്നോ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കുറവല്ല, ഇതൊന്നും തെറ്റോ അല്ലെങ്കിൽ ഇതൊന്നും മോശമോ അല്ലെങ്കിൽ ദോഷപ്പെട്ടോ കാര്യമല്ല. പക്ഷേ ദൈവം പ്രസാദിക്കുന്ന എവിടെയാണ്?
നമുക്കറിയാം യോഹന്നാൻ 1 അതായത് 1 ജോൺ 3 പറയുന്നുണ്ട്, അതായത് 2 പറയുന്നുണ്ട്, അതായത് ഈ ലോകത്തിന് അനുരൂപം, അതായത് നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. അതായത് ദൈവേഷ്ടം ചെയ്യുന്നവർ എന്നേക്കും ജീവിക്കുന്ന അവിടെ ഒരു വാക്യം വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. 1 ജോൺ 2:17 എന്താണ് പറയുന്നത് നോക്കാം നമുക്ക്. 1 ജോൺ, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ആരെങ്കിലും ഒരാൾ ഇംഗ്ലീഷിൽ. And the world is passing away and the lust of it, but he who does the will of God abides forever. യെസ്, അത് മാത്രമേ ദൈവസന്നിധിയിൽ ഇരിക്കുക, അതായത് ദൈവേഷ്ടം ചെയ്യുന്നത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്താലും കർത്താവിൻ്റെ സന്നിധിയിൽ ആ ഒരു ഇഷ്ടം ചെയ്യുന്നവർ എന്നേക്കും, അതായത് അതിന് അവസാനമില്ല, അത് എന്നേക്കും അവർ ജീവിക്കും എന്നുള്ളതാണ് പറയുന്നത്. യെസ്, നമുക്ക് ആ ഒരു കാര്യം എത്ര ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണം എന്നുള്ളൊരു കാര്യം. നമുക്കറിയാം ദൈവസന്നിധിയിൽ പ്രസാദം ഉണ്ടാകുന്നത് എവിടെയാണ് എന്നുള്ളൊരു കാര്യം. നമുക്ക് ആ ഒരു സങ്കീർത്തനത്തിലോട്ട് പോയാൽ പറയുന്നുണ്ട്, സാംസ് 34:18 പറയുന്നുണ്ട്, നുറുക്കത്തോടുകൂടെ. അതായത് നമുക്ക് ആ സാംസ് 34 സാംസ് 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമ്മൾ പല കാര്യങ്ങൾ ചെയ്തു, കർത്താവിന് പ്രസാദമാണോ എന്ന് ചോദിച്ചാൽ അതിലൊന്നും പറഞ്ഞാൽ കർത്താവിന് അതിനകത്ത്, അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ എന്നുപറഞ്ഞാൽ ആ ഒരു മനുഷ്യൻ വിശ്വാസി ആ ഒരു മനുഷ്യനോട് പറയുന്നുണ്ട്, അതായത് ഞാൻ ചെയ്യേണ്ട കാര്യമേ ചെയ്തിട്ടുള്ളൂ, പക്ഷേ ദൈവത്തിന് പ്രസാദം എവിടാണ്? അതായത് ആ ഒരു 18 നമുക്ക് നോക്കിയാൽ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇതിനുവേണ്ടി നമ്മൾ ജഡത്തിൽ ഒരു പ്രവൃത്തിയും ചെയ്യണമെന്നല്ല പറയേണ്ട. അതായത് നമ്മൾ ജഡത്തിനെ നിയന്ത്രിച്ച് അത് ചെയ്തു, അതിനൊന്നും അല്ല ദൈവം പറയുന്നത്. എങ്ങനെയാണ് ഹൃദയം നുറുങ്ങുന്നത്? അതായത് ആ ഒരു കർത്താവ് ഹൃദയത്തെ നോക്കുന്ന ദൈവമാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥനാണ്. അതായത് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നുള്ളൊരു കാര്യം. ഇങ്ങനെ അതായത് ആരാധന എവിടാണ് കർത്താവ് സ്വീകരിക്കുന്നത്? നമ്മുടെ ആരാധന കർത്താവിൻ്റെ സന്നിധിയിൽ എങ്ങനെയാണ് പ്രസാദമാവുന്നത്? നമ്മൾ ആ ഒരു ഹൃദയ നുറുക്കത്തോടുകൂടെ ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നല്ലാതെ ആ ഒരു ആരാധന ദൈവത്തിന് പ്രസാദം, അതായത് അത് വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നതാണ്, ഞാനല്ല പറയുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക്, ഈ നുറുക്കം ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഓരോ ആഴ്ചയിലും നമ്മൾ പ്രിയ സഹോദരനിലൂടെ നമ്മൾ കേൾക്കുന്ന കാര്യം ഇത് തന്നെയാണ്. അതായത് നമ്മുടെ ഹൃദയത്തിനൊരു നുറുക്കമുണ്ടോ? ആ ഒരു ഹൃദയത്തിന് നമുക്കൊരു വില കൊടുക്കുന്നുണ്ടോ? അതായത് ഹൃദയം നുറുങ്ങിയവർക്ക് അവൻ സമീപസ്ഥൻ, അതായത് ആ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇത് മാത്രമേ കർത്താവിന് പ്രസാദമായിട്ടുള്ളൂ. ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കിത് കാണാം. അതായത് ലൂക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഞാൻ ലൂക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇല്യൂസ്ട്രേഷൻ വളരെ വ്യക്തമായിട്ട് യേശു കർത്താവ് കാണിക്കുന്നുണ്ട്. അതായത് പീറ്റർ അവിടെ പറയുന്നൊരു കാര്യം, ലൂക്ക് 5 വരുമ്പോഴത്തേക്ക്, ലൂക്ക് 5 നമുക്കറിയാവുന്ന കാര്യമാണ് പെരുത്ത മീൻകൂട്ടം. പക്ഷെ അതിനകത്ത് കർത്താവ് ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അതായത് ലൂക്ക് 5 ഞാനൊന്ന് വായിക്കാം. ലൂക്ക് 5 അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അതായത് കർത്താവിൻ്റെ വചനം അനുസരിക്കുന്ന പീറ്ററിനെ നമുക്കവിടെ കാണാം. കർത്താവ് പറഞ്ഞു വലയിറക്കാൻ, അതായത് അതനുസരിച്ച് പീറ്റർ അവിടെ ഇറക്കുന്നു. ഇതൊന്നും അല്ല എന്നാൽ അതൊന്ന് വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. 6 പറയുന്നുണ്ട്, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ 7, അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു. അവർ വന്നു പടക് 2 മുങ്ങുവാറോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. നമ്മളിന്ന് പാടി മുട്ടുമടക്കി നമ്മൾ കർത്താവിനെ ആരാധിക്കുക. അതായത് ഈ ഒരു കാര്യം കർത്താവ്, അതായത് പീറ്ററിന് വേണ്ടി ആ ഒരു കാര്യം ചെയ്തപ്പോഴത്തേക്ക്, ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ പീറ്ററിൻ്റെ ഹൃദയം അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കാണാം നുറുങ്ങിയതായിട്ട്. അതായത് ആ ഒരു കർത്താവും പീറ്ററും അറിയുന്നു അവൻ്റെ ഹൃദയം എന്താണെന്ന്. യെസ്, ഈ ഒരു കാര്യം യേശു കർത്താവ് അവിടെ ചെയ്തപ്പോൾ പീറ്ററിനെ സംബന്ധിച്ച് അവന് മനസ്സിലായി എന്താണ് ദൈവം എന്നുള്ളത്, എന്താണ് കർത്താവ് എന്നുള്ളത്. ആ ഒരു കാര്യം അവൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായി എന്നുള്ളൊരു കാര്യം നമുക്കവിടെ കാണാൻ സാധിക്കും. പീറ്റർ പറഞ്ഞു, അതായത് പീറ്റർ ഇന്നിപ്പോൾ നമ്മൾ എന്താണ് ആരാധന എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഇന്ന് നമ്മൾ കേട്ടു, നമ്മൾ ആ ഒരു സന്നിധിയിൽ വീഴുക, ഫെൽ ഡൗൺ,
അതായത് പീറ്റർ, അതായത് നമുക്കറിയാം യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2:13 പറയുന്നുണ്ട്. അതായത് അവർ നിലവിളിച്ചു എന്നാണ് പറയുന്നത്. ഈ ഒരു അനുഭവമാണ് കർത്താവിൻ്റെ ആ ഒരു ദൈവത്വം പത്രോസിന് വെളിപ്പെട്ടപ്പോൾ അവൻ കർത്താവിൻ്റെ കാലിൽ വീണു. യെസ് കർത്താവേ, അവനെല്ലാം ഉപേക്ഷിച്ചു. അതായത് അവനവിടെ കാണുന്നത് പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകെ ഉണ്ട്, എന്നെ വിട്ടു പോകണം. അവൻ്റെ പാപത്തെ, യഥാർത്ഥത്തിൽ ആരാധന എന്താണ്? നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അല്ലാതെ ആ പാപം നമുക്ക് കാണാൻ ആ പാപം നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മൾ വെറുതെ വന്ന് പോകാനല്ല കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത്. നമ്മൾ ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആ ഒരു ഹൃദയ നുറുക്കത്തോടെയും ആ ഒരു മനസ്സ് നുറുങ്ങി നിൽക്കുമ്പോഴാണ് കർത്താവ് നമ്മുടെ ആരാധന സ്വീകരിക്കുന്നത്. ആ പീറ്റർ ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ വീണു. നമുക്കറിയാം ആരാധനയ്ക്ക് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ആ മുഴങ്കാൽ, അതായത് കർത്താവിൻ്റെ കാൽപാദത്തിൽ വീഴുക, ആ ഒരു കർത്താവുമായിട്ടൊന്ന് മുഴുകിയിരിക്കുക. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ആരാധനയിൽ അവിടെ കാണുന്നത്. എന്നാൽ ദൈവത്തിൽ നിന്നൊരു സാന്നിധ്യം, അതായത് അതിനുശേഷം തൊട്ട് പറയുന്നുണ്ട് അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ള എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോൻ്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും അവണ്ണം തന്നെ. അതിനുശേഷം യേശു ശിമയോനോട് ഒറ്റ കാര്യം പറഞ്ഞോളൂ, ഭയപ്പെടേണ്ട. ഇത് തന്നെയാണ് കർത്താവിൽ നിന്നുള്ള നമ്മുടെ മറുപടി. എന്തിൽ നിന്ന് ഭയപ്പെടേണ്ട? ഒന്നിൽ നിന്നും ഭയപ്പെടേണ്ട. നമുക്ക് ആ ഒരു അതുകൊണ്ട് കർത്താവ് അത് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി എന്താണെന്നുള്ളത് നമുക്കറിയാം. ആ ഒരു കാര്യം, യെസ്, ഇതാണ് ആരാധന. കർത്താവിൻ്റെ സന്നിധിയിൽ ഇതാണ് ആരാധന. പരിശുദ്ധാത്മാവ് ഇതാണ് നമ്മോട് സംസാരിക്കുകയും കേൾപ്പിക്കാനും ആഗ്രഹിക്കുന്ന കർത്താവ്. ഒറ്റ കാര്യം കർത്താവ് പറയുന്നുള്ളൂ, ഭയപ്പെടേണ്ട. യെസ്, എന്തെന്നാൽ എല്ലാം അവനിലാണ്. നമ്മളെ ഈ കർത്താവിനെ ആരാധിക്കുന്ന എന്തെങ്കിലും കണ്ടിട്ടാണോ? യെസ്, അല്ല. നമ്മൾ ആ ഒരു കർത്താവിനോടുള്ള സ്നേഹത്തിലായിരിക്കണം നമ്മുടെ ആരാധന. നമ്മുടെ പൈതങ്ങളായാലും ശരി തന്നെ, നമ്മുടെ വലിയ ആൾക്കാരായാലും ശരി തന്നെ, നമ്മുടെ ഓരോ ആൾക്കാരും എന്ന് പറഞ്ഞാൽ കർത്താവ് ആരാധിക്കുന്നത് എന്തെങ്കിലും കിട്ടിയിട്ടല്ല. അവൻ നമ്മുടെ ജീവിതത്തിലെല്ലാം ആയതുകൊണ്ടാണ്. അവനൊന്നേ പറയൂ, ഭയപ്പെടേണ്ട. യെസ്, ഒരു മേഖലയിലും നമുക്ക് ഭയപ്പെടേണ്ട. എന്തെന്നാൽ ആ ഒരു കർത്താവാണ് എല്ലാത്തിനും മതിയായവൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പല മീറ്റിങ്ങുകളിലും പല കാര്യങ്ങളിലും നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ വചനം വായിക്കണം, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കണം, നിങ്ങൾ ഇത് ചെയ്യണം എന്നുകൊണ്ട് അത് സ്നേഹത്തിൻ്റെ ഭാഷയല്ല പറയുന്നത്. ആ ഒരു സ്നേഹം ആരോടാ? ഈ പറയുന്ന സഹോദരന് വേണ്ടിയല്ല നിങ്ങൾ ചെയ്യേണ്ടേ. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ചെയ്യുക. അത് കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ, ഇതിപ്പോൾ മുന്തിരിവള്ളിയിൽ അനുഭവം എന്ന് പറഞ്ഞാൽ അത് നാച്ചുറലായിട്ടുണ്ടാകുന്നതാണ് അതിൻ്റെ ഫലം. അതായത് ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കർത്താവ് ഹൃദയത്തിൽ വരുമ്പോൾ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് എതിരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സഹോദരി വീണ്ടും ജന്മത്തിൻ്റെ അനുഭവം ശരിയായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ നമുക്ക് അതിനകത്തൊരു സംശയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. എന്തെന്നാൽ യേശു കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട. ഈ ഭയപ്പെടേണ്ട നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആവുന്ന അങ്ങനെയാണ്. നമുക്കറിയാം, ഇന്നിപ്പം നമ്മൾ കേട്ടതുപോലെ നമുക്ക് ആ ഒരു ഗലേഷ്യൻസിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു കാര്യം. നമുക്ക് പൂർണ്ണമായിട്ട് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. അതായത് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഗലേഷ്യൻസ് 5 അതായത് ആ അടിമ യുഗത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതായത് എന്താണെന്നുള്ളത് 19 അതായത് ഗലേഷ്യൻസ് 18, 19, 20, 21 ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? Galatians 5:18. But if you are led by the Spirit, you are not under the law. Now the works of the flesh are evident, which are adultery, fornication, uncleanness, lewdness. Which are adultery, fornication, uncleanness, lewdness, idolatry, sorcery, hatred, contentions, jealousies, outbursts of wrath, selfish ambitions, dissensions, heresies, envy, murders, drunkenness, revelries and the like. യെസ് അതായത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഈ ഒരു കാര്യങ്ങൾ. അതായത് ആത്മാവിനെ ഈ 17 പറയുന്നുണ്ട്, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. തൊട്ടടുത്ത് പറയുന്നുണ്ട് എന്താണ് ആ ഒരു കാര്യം എന്നുള്ളത്. അതായത് ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം,
വിഗ്രഹാരാധന, ആഭിചാരം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഇതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. പക്ഷെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഏതെങ്കിലും ഒരു ഭാഗം, അതായത് നമുക്കറിയാം ദൈവമല്ലാത്തതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് വിഗ്രഹമാണ്. ദൈവത്തിന് പകരം നമ്മൾ എന്തിനെങ്കിലും റീപ്ലേസ് ചെയ്താൽ അത് വിഗ്രഹത്തിന് തുല്യമാണ്. അതായത് ഐഡൽറ്ററിക്ക് നമ്മുടെ ജീവിതത്തിൽ തുല്യമാണ്. അതായത് അവിടെ പറയുന്നുണ്ട്, അതായത് ജഡത്തിൻ്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വവശം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്നിവ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി മദ്യപാനത്തെക്കുറിച്ച്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് തൊട്ട് പറയുന്നുണ്ട്, അതായത് വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യമാണ്, സ്വർഗരാജ്യമല്ല. ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുമ്പോട്ട് പറയും. എന്താണ് ദൈവരാജ്യമെന്ന് നമുക്കറിയാം. ദൈവം രാജാവായിട്ട് ഇപ്പോൾ ഉള്ള അവസ്ഥയാണ് ദൈവരാജ്യം. അല്ലാതെ സ്വർഗത്തോട്ട് പോകത്തില്ല എന്നല്ല അവിടെ പറയുന്നത്. സ്വർഗത്തോട്ട് പോകുന്ന പിന്നത്തെ കാര്യം. പക്ഷേ ഇപ്പം കർത്താവ് വസിക്കത്തില്ല നമ്മുടെ ഹൃദയത്തിൽ. അതായത് ഈ ഒരു കാര്യം നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. ഇതിൽ അതായത് ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോയെന്നോ ഇല്ലയോ എന്നോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. എന്നാൽ ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വായിക്കുമ്പോൾ ഏതെങ്കിലും മേഖലകളിൽ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. യെസ്, നമ്മുടെ ജീവിതത്തിൽ അതായത് നമുക്കറിയാം അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിച്ചെന്നാണ് എബ്രായറിൽ പറയുന്നത്. അതായത് മക്കൾ ചിലപ്പോൾ നമ്മുടെ വിഗ്രഹമായി തീരാം, പലതും. പക്ഷേ കർത്താവ് ഹൃദയത്തിൽ നോക്കുമ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞ പോലെ ആ ഒരു നുറുക്കത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. യെസ് കർത്താവേ, ഇതിലേതെങ്കിലും, അതായത് ഭിന്നത ഏതെങ്കിലും ഭാഗം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇന്നും ദൈവം നമ്മുടെ ജീവിതത്തിലൊരു അവസരം തരുന്നുണ്ട്. നമുക്ക് മാനസാന്തരപ്പെടാം. യെസ്, മാനസാന്തരം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ചേഞ്ച്, നമ്മുടെ ജീവിതത്തിലൊരു ചേഞ്ച്, നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം. നമ്മൾ ഈ കേൾക്കുന്നത് വെറുതെയല്ല, നമ്മളൊരു കാര്യവും മനസ്സിലാക്കുന്നത് വെറുതെയല്ല. ഇതെല്ലാം കർത്താവ് നമ്മോട് കേൾപ്പിക്കുന്നതാണ്. യെസ്, ഞാൻ എൻ്റെ ജീവിതത്തെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെയും നമുക്ക് തിരിഞ്ഞു നോക്കാം. യെസ് കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സമർപ്പിക്കുന്നു. പലപ്പോഴും ഈ ലോകം ചിന്തിക്കുന്നത് വേറെ രീതിയിലാണ്. പക്ഷേ ലോകത്തുമായിട്ട് നമുക്ക് യാതൊരു കാര്യവുമില്ല. നമ്മളെന്താണ് എന്നുള്ളൊരു കാര്യം അതിൻ്റെ തൊട്ടടുത്ത് പറയുന്നുണ്ട്. അതായത് പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വവശം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. ഇതിലൊന്നും നമ്മളില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ പറയുന്നെങ്കിൽ നമ്മൾ പരിശോധിക്കണം. യെസ്, എന്നാൽ തൊട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം, അതായത് ഇന്ന് നമ്മൾ ആ ഒരു കർത്താവിൻ്റെ കൂടെ അല്ല എന്നുള്ളതാണ് അവിടെ വ്യക്തത. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്നിട്ട് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളോട് മുമ്പ് കൂട്ടി പറയുന്നു, ആത്മാവിൻ്റെ ബലമോ തൊട്ടടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. യെസ്, ആ ഒരു ആത്മാവിൻ്റെ ബലമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഇന്നിപ്പം നമ്മൾ സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു സ്വതന്ത്രമാക്കിയത് ഈ ആത്മാവിൻ്റെ ബലത്തിന് വേണ്ടിയാണ്. ഈ ഒരു ആത്മാവിൻ്റെ ബലം നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ സ്വതന്ത്രനാക്കിയത്. അതായത് അത് ഗലേഷ്യൻസ് 5:1 വളരെ പറയുന്നുണ്ട്, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവിൻ. ഈ ആത്മാവിൻ്റെ ബലം നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖലകളിലും നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. ഈ ഒരു കാര്യം കർത്താവുമായിട്ട് എങ്ങനെയാണ്, മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം ഉണ്ടോ? ഇന്ന് നമുക്കറിയാം പല സഭകളിലും അതായത് ഈ സിനിമ കാണാൻ വേണ്ടി ആ വിശ്വാസ ജീവിതം കളഞ്ഞിട്ട് പോയ പല ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. യെസ്, പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്, ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യത്തിലൊക്കെ നീക്കുപോക്കുണ്ടാവും. നമുക്ക് പൂർണ്ണമായിട്ട് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്താം. യെസ് കർത്താവേ, നമുക്ക് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ പരിശോധിക്കാം. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം പറഞ്ഞത് നമുക്ക് കർത്താവ് ഹൃദയത്തിലുണ്ടെങ്കിലുള്ള ഒരു പ്രത്യേകത, നമുക്ക് ആർക്കും ഒന്നിനും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരും ഇതൊക്കെ. നമുക്കൊരു വാക്യം നോക്കാം, സദൃശവാക്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് സദൃശവാക്യങ്ങൾ 29 അതായത് ഈ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതിനായിട്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ ഇതിനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം എന്നുള്ളൊരു കാര്യമാണ്. കർത്താവ് തള്ളിക്കളയുന്ന ദൈവമല്ല. അതാണ് ആ ഒരു കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. ഇതിനകത്തെല്ലാം നമ്മെ നടത്തേണ്ടത് ആ ഒരു സ്നേഹത്തിലോട്ടാണ്. ആ സദൃശവാക്യം 29:18 എന്ന് വായിച്ചു നോക്കിയേ. 29:18. Where there is no revelation, the people cast off restraint, but happy is he who keeps the law. യെസ്, ഈ വെളിപാട് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത്? അതായത് അവിടെ പറയുന്നുണ്ട്, വെളിപ്പാട് ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ടു നടക്കുന്നു, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. ഈ വെളിപ്പാട്
വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സാധിക്കുന്നത്? ആ ഒരു പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള സഭകളിൽ എത്രയോ പ്രാവശ്യം നമ്മുടെ സഹോദരൻ നമ്മെ വാണിംഗ് ചെയ്തിട്ടുള്ള, നിങ്ങൾ വചനത്തോടുകൂടെ എങ്ങനെ പ്രതികരിക്കണം. അതായത് കർത്താവിൻ്റെ വാക്കാണത്. കർത്താവിൻ്റെ, അതായത് നമുക്കറിയാം, എനിക്കെൻ്റെ ജനത്തിന് എൻ്റെ നാമം, അതായത് യോഹന്നാനിൽ പറയുന്നുണ്ട്, എൻ്റെ നാമം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. നാമം എന്ന് പറഞ്ഞാൽ ദൈവം, അതായത് യേശു കർത്താവ് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയത് കർത്താവ് ദൈവത്തിൻ്റെ ക്യാരക്ടറാണ് അവിടെ വെളിപ്പെടുത്തിയത്. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം എന്താണെന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു വെളിപാട്, അതായത് ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട കാര്യമാണ് ഈ ഒരു കാര്യം, അതായത് റെവലേഷൻ. നമുക്ക് ആ ഒരു റെവലേഷൻ ഇല്ലാത്തടുത്ത് സംഭവിക്കുന്നത് ദൈവം അതായത് ജനങ്ങൾ മര്യാദ കെട്ട് നടക്കുന്നു എന്നുള്ളൊരു കാര്യം. കർത്താവുമായിട്ട് നമ്മെ അടുപ്പിക്കുന്നത്, നമ്മെ ബന്ധപ്പെടുത്തുന്നത് ഈ ഒരു കാര്യം, ആ ഒരു റെവലേഷൻ ഓരോ വ്യക്തികൾക്കും ഉണ്ടാവേണ്ടതാണ്. ഒരു സഹോദരൻ ഓരോ വെള്ളിയാഴ്ചയും വന്ന് നമ്മോടുകൂടെ പറയേണ്ടതല്ല, സഹോദര ഇതാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പം നമ്മുടെ ഓരോരുത്തരെയും കർത്താവ് നമുക്ക് ബോധ്യപ്പെടുത്തും, ഇതാണ് നിന്നോട് ദൈവത്തിന് സംസാരിക്കാനുള്ളത്, ഇതാണ് നിനക്ക് ഉള്ള വെളിച്ചം, അതായത് ഇതാണ് നിനക്കുള്ള വെളിപ്പാട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ വചനം പറയുന്നത് പോലെ നമ്മൾ കൈവിട്ടു പോകും. അതായത് മര്യാദ വിട്ട് നടക്കുക എന്നുള്ളൊരു കാര്യം. യെസ്, ഇന്നിപ്പോൾ നമ്മുടെ പൈതങ്ങൾ വായിച്ചു, അതായത് വേർ ദെയർ ഈസ് നോ വിഷൻ ദ പീപ്പിൾ ആർ അൺറീസ്ട്രെയിൻഡ് എന്നുള്ളൊരു കാര്യം. യെസ്, വളരെ വളരെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് വെളിപ്പാട്? യേശു കർത്താവിന് അപ്പുറം ഒരു വെളിപ്പാടില്ല. ആ ഒരു കർത്താവ് തന്നെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പാടാണ്. ആ ഒരു കർത്താവ് തന്നെ റെവലേഷനായിട്ട് നമുക്ക് കിട്ടണം എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യം ഞാൻ ഒരു കാര്യം കൂടെ വെളിപ്പാട് പുസ്തകത്തിലോട്ട് പോയി കഴിഞ്ഞാൽ, വെളിപ്പാട് പുസ്തകം റെവലേഷനിലോട്ട് നമുക്ക് പോകാം. അതും കൂടെ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ നിർത്താം. അതായത് റെവലേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൽ പെട്ടെന്ന്, അതായത് നമുക്ക് നോക്കാം. അതിൻ്റെ തുടക്കം പറയുന്നതിന് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടെന്നുള്ള പറയുന്നത്, റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിനകത്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് 2-3 കാര്യങ്ങൾ, അതായത് റെവലേഷൻ 14, 15 and 16. His head and hair were white like wool, as white as snow, and his eyes like a flame of fire. His feet were like fine brass, as if refined in a furnace, and his voice as the sound of many waters. He had in his right hand 7 stars. Out of his mouth went a sharp 2-edged sword, and his countenance was like the sun shining in its strength. യെസ്, ഇതിനപ്പുറം ഒരു വെളിപ്പാടില്ല. ഇത് തന്നെയാണ് വെളിപ്പാട്. കർത്താവാണ് നമ്മുടെ വെളിപ്പാട്. ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും. യെസ്, അതായത് ഇതിനകത്ത് 5 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? നമ്മളിത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചു വിടുകയല്ല. ഇതൊക്കെ നമുക്ക്, അതായത് പ്രിയ സഹോദരങ്ങളിലൂടെ ഇതൊക്കെ കേട്ടിട്ടുള്ളതാണ്. ബ്രദർ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മോട് സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്കത് കാണാൻ സാധിക്കും. എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്? അതായത് അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും. യെസ്, ഹിമത്തോളം വെള്ളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വിശുദ്ധി, കർത്താവിൻ്റെ വിശുദ്ധി നമുക്കവിടെ കാണാൻ സാധിക്കും. യെസ്, അതിനപ്പുറം ഒന്നുമില്ല. അവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന, ഇന്നിപ്പോൾ നമ്മൾ പാട്ട് പാടി ഹോളി ഹോളി, അവൻ അതാണ് കർത്താവ്, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കേട്ടു, അതായത് പാപം ഉണ്ടെങ്കിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയനുറുക്കം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാപം എടുത്തു കളഞ്ഞല്ലാതെ. അതായത് അവൻ അതാണ് നോക്കുന്നത്, വേറെ എന്ത് ചെയ്തു എന്നുള്ളതല്ല. കർത്താവ് വിശുദ്ധിയാണ് അവൻ ആഗ്രഹിക്കുന്നത്. അവൻ വിശുദ്ധനാണെന്ന് അവിടെ കാണിക്കുന്നു. യെസ്, ഹിമത്തോളം വെള്ള ഉള്ള ഒരു കർത്താവ്. തൊട്ടടുത്ത് പറയുന്നുണ്ട്, അതായത് കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും. യെസ്, കണ്ണ് അഗ്നിജ്വാല, അതായത് അവൻ അറിയാത്തതായിട്ടൊന്നുമില്ല. കർത്താവിൻ്റെ ആ ഒരു ജ്ഞാനം, അതായത് നമുക്ക് അത് വളരെ വ്യക്തമായിട്ട് സങ്കീർത്തനം 147 പോയി കഴിഞ്ഞാൽ, സാംസ് 147:5. Great is our Lord and mighty in power, his understanding is infinite. എക്സാക്ട്ലി, അതായത് അതിൻ്റെ തൊട്ടടുത്ത്, അതായത് അവൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, അതായത് അവൻ്റെ വിവേകത്തിന് അന്തമില്ല. അവൻ ആ ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ, അതായത് അഗ്നിജ്വാലയ്ക്കൊത്ത കർത്താവിന് അറിയാത്തതായിട്ട്, അതായത് വളരെ വ്യക്തമാണ് അവിടെ. അതായത് നമുക്ക് കാണാൻ സാധിക്കും അതായത് വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും അവൻ അറിയാത്തതായിട്ട്. എന്നുകൊണ്ടാൽ നമുക്ക് ആ ഒരു കർത്താവിനെ പറ്റിക്കാൻ പറ്റത്തില്ല.
നമുക്ക് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ ഉഴപ്പിയിരിക്കാൻ പറ്റത്തില്ല. ഉഴപ്പിയിരുന്നാൽ ഇരിക്കാം, കർത്താവ് ഒന്നും പറയത്തില്ല. യെസ്, നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ട്. എന്നാൽ ആ ഒരു കർത്താവ് നമ്മുടെ ഹൃദയത്തെ അറിയുന്നവനാണ്. അവൻ്റെ വിവേകത്തിന് അന്തമില്ല എന്നുള്ളത് വളരെ റിയൽ ആയിട്ടുള്ള കാര്യമാണ്. അവൻ ആ ഒരു കണ്ണുകൊണ്ടാണ് നമ്മളെ നോക്കുന്നത്. അതായത് ഇതായിരിക്കണം നമ്മൾ അത്രത്തോളം നമ്മൾ ഭയപ്പെടണമെന്ന് ഒരിക്കലും പറയത്തില്ല. നമ്മൾ ഭയപ്പെടാനല്ല കർത്താവ്. അവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. അതായത് അവൻ അറിയാത്തതായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു നോട്ടം, ഈ ഒരു കണ്ണോടുകൂടെയാണ് കർത്താവ് ഓരോരുത്തരെയും കാണുന്നത്. നമുക്കതിനകത്ത് തൊട്ടടുത്ത് കാണാം, അതായത് അഗ്നിജ്വാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടിന് സദൃശ്യവും. യെസ്, ഈ ഒരു കാര്യം കർത്താവ് ആ ഒരു നടത്ത അവൻ സഭയിലൂടെയും അവൻ്റെ ജീവിതത്തിൽ നമ്മുടെ മുമ്പാകെ അവൻ നടന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നിപ്പം പറഞ്ഞതുപോലെ ആ ഒരു ഇത് ലൂക്കിൽ നമ്മൾ കേട്ടതുപോലെ, യെസ്, നമ്മൾ ഭയപ്പെടണ്ട എന്നുള്ളൊരു വാക്ക്, അതായത് സഭയുടെ കൂടെ സഭയിൽ ഉലാത്തുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു നടത്തെ, അതായത് അവൻ്റെ കാൽ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ വിട്ടുപോകരുത്. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. തൊട്ടടുത്ത് പറയുന്നുണ്ട്, അതായത് അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. യെസ്, അധികാരമുള്ളൊരു കർത്താവ്, അവൻ്റെ ശബ്ദത്തിന് അധികാരം. നമുക്കറിയാം, മാത്യു 9 ആ പക്ഷവാതക്കാരനോട് പറയുന്നുണ്ട്, അതായത് പക്ഷവാതക്കാരനോട് പറയുന്നൊരു കാര്യമുണ്ട്, അതായത് രോഗത്തിൽ നിന്ന്, അതായത് പാപത്തിൽ നിന്ന്, പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു കർത്താവ്, അതായത് അതിൻ്റെ മേൽ, പാപത്തിന് മേൽ, അതായത് പാപം മോചിപ്പിക്കാൻ കഴിയുന്ന അതിനുമേൽ അധികാരമുള്ളൊരു കർത്താവ്. മാത്യു 10:1 വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഭൂതങ്ങളുടെ മേൽ അതായത് ഉള്ള അധികാരമുള്ളൊരു കർത്താവ്. അങ്ങനെ പലതും നമുക്ക് കാണാൻ സാധിക്കും. ഇത് 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലെ, എല്ലാത്തിൻ്റെ മേലും അധികാരമുള്ളൊരു കർത്താവ്. അതായത് അവൻ്റെ ശബ്ദം അത്രയ്ക്ക് ഉറച്ചതാണെന്നുള്ളൊരു കാര്യം. എന്ന് പറഞ്ഞാൽ ഈ ഒരു കർത്താവിനെ നമ്മൾ ഈ വെളിപാടെന്ന് പറയുന്നത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ആരെയാണ് സേവിക്കുന്നത്? ഇങ്ങനത്തെ ഒരു കർത്താവിനെയാണ്. അതായത് അതാണ്, അതിനപ്പുറം കർത്താവിനപ്പുറം ഒരു വെളിപാടില്ല നമ്മുടെ ജീവിതത്തിൽ. മുന്നോട്ട് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും, അതായത് അവൻ്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്, അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു, അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ. അതായത് അവൻ്റെ ആ ഒരു പ്രകാശം, അവൻ്റെ മുഖം എങ്ങനെയാണ്, അവൻ്റെ ആ ഗ്ലോറി എന്താണെന്നുള്ളൊരു കാര്യം. അതായത് അത് ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ, ഹിസ് ഫേസ് വാസ് ലൈക്ക് ദ സൺ ഷൈനിങ് ഇൻ ഇറ്റ്സ് സ്ട്രെങ്ത്. അതായത് ഇങ്ങനത്തെ ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. എന്നാൽ ആ ഒരു കർത്താവിനൊരു മാറ്റമില്ല. എന്നുകൊണ്ട് യോഹന്നാൻ ഒറ്റപ്പെട്ടിരുന്ന സമയത്തും അവൻ്റെ കൂടെ നിൽക്കുന്ന കർത്താവ്, അതായത് യോഹന്നാൻ കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ പോലും ചിന്തിച്ചില്ല കർത്താവിന് ഇങ്ങനെ ഒന്നുണ്ടെന്ന്. നമുക്ക് പൂർണ്ണമായിട്ട് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്താം. യെസ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതൊരു റിയൽ ആയിത്തീരാൻ, ഈ ഒരു ദർശനം, ഈ ഒരു റെവലേഷൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ നടത്താനായിട്ട് നമുക്ക് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കാം. ഹൃദയനുറുക്കത്തോടുകൂടെ അല്ലാതെ, യെസ്, ഹൃദയനുറുക്കത്തോടുകൂടെ അല്ലാതെ നമുക്കാർക്കും ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ പറ്റത്തില്ല. യെസ്, നമുക്കറിയാം ആ ഒരു കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നുണ്ടെങ്കിൽ ഇതൊന്നും വെറുതെ അല്ല. ആ ഒരു കർത്താവ് മടങ്ങി വരും. ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉറപ്പോടുകൂടെ നമുക്കായിരിക്കാം നമ്മളെ ചേർക്കാനായിട്ട് ആ ഒരു കർത്താവ് വരുമ്പോൾ. അതായത് ആ ഒരു വിശുദ്ധിയോടുകൂടെ തന്നെ നിൽക്കണം. നമ്മളിന്ന് പാടിയതുപോലെ നമുക്കറിയാം, അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ദാവീദും അതുപോലെ തന്നെ ശലോമോനും 2 പേരും ചെയ്ത പാവങ്ങൾ നമുക്കറിയാം വ്യത്യസ്ത തലത്തിലുള്ളതാണ്. എന്നാൽ ദാവീദിന് ആ ഒരു മടങ്ങിവര എപ്പോഴും ഉണ്ടായിരുന്നു. ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ ആ ഒരു നിലവിളി എപ്പോഴും ഉണ്ടായിരുന്നു. ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും ആ ഒരു കർത്താവിനെ, അതായത് ആ ഒരു ബോധ്യമുണ്ടായിരുന്നു. നമുക്കറിയാം വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നു, അതായത് കർത്താവിനെ നമ്മുടെ വാ കൊണ്ട് കർത്താവെന്ന് വിശുദ്ധീകരിക്കുകയും. ഇന്നത്തെ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ അവനായിരിക്കണം നമ്മെ നടത്തേണ്ടത്. നമുക്ക് പൂർണ്ണമായിട്ട് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. നമുക്ക് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ആ ഒരു വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ അത് ഏറ്റെടുക്കുക എന്നുള്ളൊരു കാര്യം. ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നത് ആ കർത്താവായിരിക്കണം. അതിനപ്പുറം ഒന്നും ഉണ്ടാവരുത്. നമ്മുടെ പൈതങ്ങൾക്കായിട്ട് നമ്മൾ പറയുമ്പോൾ അവരെവിടെ ആയിരുന്നാലും ആ ഒരു കർത്താവിനെ മറ്റുള്ളവർ കാണുവാൻ. യെസ്, കർത്താവ്, അതായത് അതിനപ്പുറം ഒന്നും നമ്മുടെ ആരോടും കർത്താവ് പറയുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. നമുക്ക് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും നടത്താനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. എല്ലാത്തിനായിട്ടും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നന്ദിയുള്ള ഹൃദയത്തോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ.